ഇപ്പൊ സ്ത്രീകളിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് PCOD. PCOD മാത്രമല്ല PCOS എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. PCOS അങ്ങനെ അധികം ആൾക്കാർക്ക് വരാറില്ല, അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാനില്ല. അപ്പൊ ഈ രണ്ട് കണ്ടീഷനെ എഫക്ട് ചെയ്യുന്ന വുമൺ ഓവറിയാണ്. ഇത് അവരുടെ ഫെർട്ടിലൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ബാധിക്കുന്നതാണ്. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ടുമാണ്. അപ്പൊ ഇതിന് മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെയിറ്റ് കൂടുക, മുഖക്കുരു വരിക, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത്. ഈ പറഞ്ഞ 3 സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ സൈസ് കാണത്തില്ല, എന്നാൽ അവർക്ക് PCOD കാണും. അപ്പൊ ഈ മെയിൻ ആയിട്ട് വരുന്ന 2 സിംറ്റംസ് ഉണ്ട്. ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്സ്, അല്ലെങ്കിൽ സ്കിപ്പ് ആവുന്ന പീരിയഡ്സ്, സ്കിപ്പ് ചെയ്ത് വരുന്ന പീരിയഡ്സ്. അപ്പം ഈ 2 റീസൺ, അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഈ 2 റീസൺ ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. അപ്പൊ അവർ തീരുമാനിക്കും നിങ്ങൾക്ക് PCOD ആണോ PCOS ആണോ, നിങ്ങൾക്ക് എന്താണെന്ന്. അപ്പൊ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പൊ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രോപ്പർ ആയിട്ടൊരു ഡയറ്റ് നോക്കുക, അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുക, പിന്നെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ നിങ്ങൾ ഇരുന്നത് ആ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറ്റി ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് PCOD കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മാറുന്നതായിരിക്കും.